കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. Though we are not a big number gathered here, different people around the globe are listening to this message. ഈ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് അനേകർ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്നുണ്ട്. നാം ഇപ്പോൾ ഇവിടെ ചുരുക്കമായിട്ടാണെങ്കിലും. So this message is addressed not only to the few brothers and sisters here, this is addressed to people all around the world. ഇന്ന് ഈ സന്ദേശം അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അല്പമായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. This is a message given with much burden and prayer. വളരെ ആത്മഭാരത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഈ സന്ദേശം നൽകുന്നത്. Not just another sermon as usual. നാം എപ്പോഴും കേൾക്കുന്നത് പോലെ മറ്റൊരു പ്രസംഗം ആയിട്ട് മാത്രമല്ല. And the reason is many of our families, our dear ones, are passing through great turbulence in their life because of troubles with themselves or with their children in their family life. അതിന്റെ കാരണം അനേക കുടുംബങ്ങളിൽ നമ്മുടെ ഇടയിൽ തന്നെ അവരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ അലമാലകൾ നിമിത്തം വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒന്നുകിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ. Ministers like us know more about these things than ordinary believers because people come and tell us for prayer and for counsel such problems. സാധാരണ വിശ്വാസികളെക്കാൾ ഉപരിയായി ദൈവദാസന്മാർ എന്നുള്ള നിലയിൽ ശുശ്രൂഷകന്മാരായ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യത്തോടെ അറിയാം. കാരണം പലരും വന്ന് അവരുടെ വിഷയങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാറുണ്ട്. And I am personally burdened very much in my heart when I think of so many of our dear ones passing through these difficulties. ഈ വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ കടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ വ്യക്തിപരമായി ഈ കാര്യത്തിൽ വളരെ ആത്മഭാരമുള്ളവനാണ്. So this is not just a Bible study on family. This is a talk based on what is going on in our midst today. അതുകൊണ്ട് കുടുംബം എന്നുള്ള നിലയിൽ ഒരു പഠനമല്ല ഇത്, പിന്നെയോ നമ്മുടെ ഇടയിൽ ഇന്ന് സംഭവിക്കുന്ന അനേക കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. We are talking about contemporary issues that are haunting many families today. ഈ നാളുകളിൽ ആനുകാലികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉള്ളതാണ് നാം കാണുവാൻ പോകുന്നത്. As we have advertised, family values are degenerating generally in the world. ലോകത്തിൽ തന്നെ കുടുംബ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാം നമ്മുടെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ. That is true of believers' families also. അത് വിശ്വാസികളുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാണ്. So we would like to see how we can regain those values to biblical standards. അതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിലുള്ള മൂല്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ തിരികെ വരാം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. We want to address the youngsters who are not yet married. വിവാഹിതരായിട്ടില്ലാത്ത യുവാക്കളെ കുറിച്ച് നാം സംസാരിക്കണം. And we want to talk to couples who are already married, who are already husbands and wives. അതുപോലെ വിവാഹിതരായിരിക്കുന്ന ദമ്പതികളെ കുറിച്ച് നാം സംസാരിക്കണം. And we also want to talk to parents who are elderly, who are responsible for arranging marriages for their children. അതുപോലെ തന്നെ തങ്ങളുടെ മക്കൾക്ക് വിവാഹം ക്രമീകരിക്കേണ്ട പ്രായവും പക്വതയുമുള്ള മാതാപിതാക്കളെ കുറിച്ച് നാം സംസാരിക്കണം. So these messages are meant for all these three types of people. അതുകൊണ്ട് ഈ മൂന്ന് വിഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സന്ദേശം. Now we do not have enough time to go into all the areas of marriage and family. വിവാഹവും കുടുംബജീവിതവും എന്നുള്ള വിഷയത്തിന്റെ എല്ലാ മേഖലകളിലും പോകുവാൻ നമുക്ക് സമയമില്ല. But we focus only on certain areas of special concern for us in our community. എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള ചില വിഷയങ്ങളുടെ മേൽ നമുക്ക് വിചാരമുള്ള ചില മേഖലകൾ മാത്രമാണ് നാം കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്. When I travel in the flights, ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, most of you have traveled. Most of you have traveled in the flight. നാം എല്ലാവരും ഏറെ പേരും അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. You know, sometimes we are faced with turbulence because of
climatic adversity. The flight goes up and down and sideways. കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം ഈ വിമാനയാത്രയിൽ നാം ചിലപ്പോൾ ആ കാറ്റിലും അതുപോലുള്ള പ്രതിസന്ധികളിലും അകപ്പെട്ട് വിമാനം കുലുങ്ങാറുണ്ട്. It's a very, very frightening experience. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. I am terribly afraid of that. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഭയമുള്ളവനുമാണ്. If you have experienced it, I am sure you are also afraid of it. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളും അത് ഭയപ്പെടുന്നവരാണ്. In many of my travels, I have experienced it. ഞാൻ എൻ്റെ നിരവധി യാത്രകളിൽ അത് അനുഭവിച്ചിട്ടുമുണ്ട്. And when the pilot announces that we are going through turbulence, പൈലറ്റ് നാം ഇപ്പോൾ ഒരു കാറ്റിലൂടെ അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെന്ന് വിളിച്ചു പറയുമ്പോൾ then I pray, oh God, please help. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ സഹായിക്കണമേ. Then I switch my prayer for the many families that are going through turbulence because of family problems. ആ സമയത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥന മറ്റൊരു വിഷയത്തിലേക്കും തിരിക്കും. ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളെ സഹായിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. See, the airplane turbulence is usually for 5 or 10 minutes or 30 minutes. ഒരു വിമാനത്തിന് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിസന്ധി 5-10 മിനിറ്റ് മാത്രമേ നീളുകയുള്ളൂ. But turbulence in the families have been going on for years in some families. എന്നാൽ ചില കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഈ കൊടുങ്കാറ്റ് പ്രതിസന്ധി അനേക വർഷങ്ങൾ നീളുന്നതാണ്. And I take time to pray for such families specifically when I pass through this turbulence, saying, oh God, please help those families. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട്, ദൈവമേ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. So today we are going to look at some foundational basic issues that cause troubles in the families. കുടുംബ ജീവിതങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് നാം ഇപ്പോൾ കാണുവാൻ പോകുന്നത്. We know that the problem in the superstructure is generally problem in the foundation of a building. ഒരു വലിയ കെട്ടിടത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നമാണ്. If you don't repair the foundation, there's no point in repairing the superstructure. ആ കെട്ടിടത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട പണികൾ നടത്താതെ മുകളിൽ പണി നടത്തിയിട്ട് കാര്യമില്ല. So we need to go back to the foundational principles in the word of God. ദൈവവചനത്തിലുള്ള അടിസ്ഥാന തത്വങ്ങളിലേക്ക് നാം മടങ്ങി പോകേണ്ടതാണ് പ്രാധാന്യമുള്ള കാര്യം. Why did God establish marriage? എന്തുകൊണ്ടാണ് ദൈവം വിവാഹം സ്ഥാപിച്ചത്? What is the importance of it? ഈ വിവാഹത്തിന്റെ പ്രാധാന്യം എന്താണ്? What is God's plan in family life? കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണ്? Unless we understand these things, ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കാത്തിടത്തോളം, if we just look at it only as a social thing, ഇതൊരു സാമൂഹിക കാര്യമായി മാത്രം നാം നോക്കിക്കണ്ടാൽ, we are not going to find solution to our problems. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നാം പരിഹാരം കണ്ടെത്തുകയില്ല. So it is important that we understand the importance and seriousness of families. അതുകൊണ്ട് കുടുംബത്തിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും നാം യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടതുണ്ട്. All of us are familiar with Genesis 2 and verse 18. നാം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വളരെ അറിയാവുന്നവരാണ്. That is where we read, and the Lord God said, it is not good that the man should be alone. I will make him and help meet for him. അവിടെ നാം വായിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. I read this verse only to remind you that marriage is an institution instituted by God. ഇത് ഞാൻ വായിച്ചത് വിവാഹം യഹോവയായ ദൈവം സ്ഥാപിച്ച സ്ഥാപനമാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. Marriage is divine in origin. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്, ദിവ്യമാണ്. It is not a human or social or religious business. It is a divine business. ഇത് മാനുഷികമായോ സാമൂഹികമായോ ഉള്ള മതപരമായ ഉള്ള ഒരു കാര്യമല്ല, പിന്നെയോ ഇതൊരു ദൈവികമായ പദ്ധതിയാണ്. That is enough reason for us to take marriage seriously because it is established by God. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന വിഷയം നാം ഗൗരവകരമായി എടുക്കേണ്ടതുണ്ട്. ഇത് ദൈവത്തെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. And the one who established marriage has given us the reason why he established marriage. നാം
ഈ വിവാഹം സ്ഥാപിച്ച വ്യക്തി തന്നെ അത് എന്തുകൊണ്ടാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് അങ്ങനെ കാണണം. That is clear from that verse we read. നാം വായിച്ച ഉൽപ്പത്തി 2:18 അത് വളരെ വ്യക്തമാണ്. A helper suitable for man. മനുഷ്യന് തക്കതായ ഒരു തുണ. So marriage was established basically for partnership and sharing life. അതുകൊണ്ട് കുടുംബം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പങ്കാളിത്തത്തിനു വേണ്ടി, ജീവിതം പങ്കുവയ്ക്കുന്നതിനു വേണ്ടിയാണ്. There are other purposes also, മറ്റുദ്ദേശങ്ങളുമുണ്ട്. but the primary purpose is sharing life or two people partnering together. ജീവിതം രണ്ടു വ്യക്തികൾ പങ്കുവച്ച് ഒന്നിച്ചു പണിയുന്നതിനാണ് കുടുംബം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. It is a union of two individuals. രണ്ടു വ്യക്തികളുടെ ഐക്യതയാണ് കുടുംബം. It is the coming together of two people. രണ്ടു വ്യക്തികൾ ഒന്നിച്ചു ചേരുന്നതാണ് കുടുംബം. Until death they are going to share their life. അവിടെ മുതൽ അവർ അവരുടെ ജീവിതം അന്യോന്യം പങ്കുവയ്ക്കുകയാണ്. Therefore it is important to enter into marriage for the purpose for which God established it. ദൈവം വിവാഹം എന്ത് പദ്ധതിക്ക് വേണ്ടി തുടങ്ങിയോ ആ നിലയിൽ തന്നെ അതിലേക്ക് പ്രവേശിക്കേണ്ടത് അതിനാൽ പ്രാധാന്യമുള്ളതാണ്. This is an area where we have failed. ഈ മേഖലയിൽ നാം പരാജയപ്പെട്ടിട്ടുണ്ട്. Why do people get married today? ഇന്ന് ആളുകൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? For many reasons other than what God intended. ദൈവം ഉദ്ദേശിച്ചതല്ലാതെ മറ്റനേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് മനുഷ്യർ വിവാഹം കഴിക്കുന്നത്. Some people get married to go abroad. പുറത്ത് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണ് ചിലർ വിവാഹം കഴിക്കുന്നത്. That is absolutely against biblical principle. അത് ദൈവവചനത്തിന്റെ തത്വങ്ങൾക്ക് പൂർണ്ണമായും വിരോധമാണ്. No, there's nothing wrong if he goes abroad, if his partner is abroad. തന്റെ ജീവിത പങ്കാളി മറ്റൊരു രാജ്യത്താണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. But that should not be the purpose of marriage. എന്നാൽ ആ ഉദ്ദേശത്തിനു വേണ്ടി വിവാഹം കഴിക്കരുത്. But in many cases today that is the purpose of marriage. ഇന്ന് അനേക ആളുകളുടെ ജീവിതത്തിലും ഇതിനാണ് വിവാഹം കഴിക്കുന്നത്. Foundation is wrong. അടിസ്ഥാനം തെറ്റിപ്പോയി. See, very often we talk about so many family problems. പലപ്പോഴും നാം അനേക കുടുംബ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. We don't realize that the problem is basically at the foundation. നാം പലപ്പോഴും അറിയുന്നില്ല അടിസ്ഥാനത്തിലാണ് പ്രശ്നമെന്ന്. Some people get married to make money. ചില ആളുകൾ പണമുണ്ടാക്കുവാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. I hope you know this. ഇത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Some people say the mother is aged, there's nobody to look after her, so better you get married so that we will get a girl to take care of the mother. ചില ആളുകൾ പറയും അമ്മയ്ക്ക് പ്രായമായിരിക്കുന്നു അതുകൊണ്ട് നീ വിവാഹം കഴിക്കണം, അമ്മയെ നോക്കാൻ നമുക്കൊരു പെൺകുട്ടിയെ കിട്ടുമെന്ന് പറയാറുണ്ട്. That is not the biblical purpose of marriage. ദൈവവചനത്തിന്റെ ഉദ്ദേശം വിവാഹത്തെക്കുറിച്ചുള്ളത് അതല്ല. Marriage is not for home nursing. ഒരു ഹോം നേഴ്സിനെ കിട്ടുവാൻ വേണ്ടിയുള്ളതല്ല വിവാഹം. We have Red Cross for home nursing, please contact them. റെഡ് ക്രോസുകാരെയോ ഹോം നേഴ്സ് അസോസിയേഷനെയോ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഹോം നേഴ്സിനെ കിട്ടും. Marriage is not for home nursing. വിവാഹം ഹോം നേഴ്സിനു വേണ്ടിയുള്ളതല്ല. But once you get married, എന്നാൽ ഒരിക്കൽ നീ വിവാഹം കഴിച്ചാൽ and your parents are sick, നിന്റെ മാതാപിതാക്കൾ രോഗികളാണെങ്കിൽ definitely you should take care of them. തീർച്ചയായിട്ടും അവരെ നീ കരുതണം. Many of our wives have already done that. നമ്മുടെ പലരുടെയും ഭാര്യമാർ അത് ചെയ്തിട്ടുണ്ട്. But that is not the purpose of marriage. എന്നാൽ അതല്ല വിവാഹത്തിന്റെ ഉദ്ദേശം. So in the very purpose we have heard from God's foundation, we get married for so many wrong reasons. നാം അടിസ്ഥാനത്തിൽ തന്നെ തെറ്റിപ്പോയിരിക്കുന്നു. വേണ്ടാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം വിവാഹം കഴിക്കുന്നത്. What is marriage for? എന്തിനാണ് വിവാഹം? Partnership. പങ്കാളിത്തത്തിനു വേണ്ടി. So what is the first thing that we should be looking for? നാം എന്തിനു വേണ്ടിയാണ് നോക്കേണ്ടത്? This person I am going to marry, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ വ്യക്തി, will that person make a good partner in my life? എൻ്റെ ജീവിതത്തിൽ ആ വ്യക്തി ഒരു നല്ല പങ്കാളി ആയിരിക്കുമോ? Can she or he share life with me? അവനോ അവൾക്കോ എൻ്റെ ജീവിതം പങ്കുവയ്ക്കുവാൻ കഴിയുന്ന വ്യക്തിയാണോ?
That's the most important thing. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. There also we have many other ideas. അവിടെയും നമുക്ക് പല ആശയങ്ങളുണ്ട്. In many marriages, job is the most important factor. അനേക വിവാഹങ്ങളിൽ ജോലിയാണ് ഏറ്റവും പ്രധാന വിഷയം. In many marriages, money is the most important factor. അനേക വിവാഹങ്ങളിലും പണമാണ് പ്രധാന വിഷയം. All these are wrong factors. ഇതെല്ലാം തെറ്റായ വിഷയങ്ങളാണ്, പ്രാധാന്യങ്ങളാണ്. If the person you marry have a good job, that's all right. നിങ്ങൾ വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ വളരെ നല്ലത്. But that should not be your focus when you marry. അതാകരുത് നീ വിവാഹം കഴിക്കുന്നതിന്റെ ഉദ്ദേശം. Beauty is another thing. പലപ്പോഴും സൗന്ദര്യം ഒരു വിഷയമായി If that മാറുന്നു. person is beautiful, that is fine. ആ വ്യക്തി സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിൽ നല്ലത്. But that should not be given number one priority when you choose a partner. എന്നാൽ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഒന്നാം സ്ഥാനം കൊടുക്കരുത്. You look for a person who can share life with you. നിന്നോട് ജീവിതം പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നോക്കുക. Who have spiritual insight. ആത്മീക വീക്ഷണം, ദർശനമുള്ള വ്യക്തിത്വം. Who have similar calling like yours. നിന്നെ പോലെയുള്ള ഒരു വിളി ലഭിച്ച വ്യക്തി. A person with whom you can build a life where you can serve God together. ഒന്നിച്ചു ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം. Such things should be given priority. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. Job and money and all the other things should follow. They are all secondary, not primary things. പണവും ജോലിയും ഒക്കെ അത് പിന്നാലെ വരുന്നതാണ്, അത് ഒന്നാം സ്ഥാനത്തുള്ളതല്ല. Let us realize that we are erring, we are making a mistake at the very foundation. നാം അടിസ്ഥാനത്തിൽ തന്നെ തെറ്റുവരുത്തുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. Marry for the wrong reason. തെറ്റായ കാര്യത്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നു. And looking for the wrong things in marriage. വിവാഹത്തിൽ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി നോക്കുന്നു, തിരയുന്നു. And very often we enter into marriage without any preparation. പലപ്പോഴും വിവാഹത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് ഒരുക്കം കൂടാതെയാണ്. Is it necessary to prepare? വിവാഹത്തിനു വേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണോ? We prepare for school. പലപ്പോഴും സ്കൂളിൽ പോകാൻ ഒരുങ്ങാറുണ്ട്. We prepare for university studies. സർവകലാശാലയിലെ പഠനത്തിനു വേണ്ടി ഒരുങ്ങാറുണ്ട്. We prepare for competitions. മത്സരങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാറുണ്ട്. We prepare for exams. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാറുണ്ട്. The preparation shows how important the matter is. നമ്മുടെ ഒരുക്കം നാം പ്രവേശിക്കുവാൻ പോകുന്ന വിഷയം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് കാണിക്കുന്നു. If you consider something as important, you will definitely prepare for it. നാം ചില കാര്യങ്ങളെ പ്രാധാന്യമുള്ളതായി എണ്ണുന്നെങ്കിൽ തീർച്ചയായും അതിനു വേണ്ടി ഒരുങ്ങും. Is marriage important enough to prepare to get into? വിവാഹം നാം ഒരുങ്ങേണ്ട ഒരു വിഷയമായിട്ടിരിക്കുന്നുവോ? Many people don't think so. പലരും ഇതിനു വേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് ചിന്തിക്കുന്നത്. Get some proposal from somewhere. എവിടെന്നെങ്കിലും ഒരു ആലോചന കൊണ്ടുവരിക. That's a good girl. അതൊരു നല്ല പെണ്ണാണ്. Or this boy is working abroad. ഈ യുവാവ് പുറം രാജ്യത്ത് ജോലി ചെയ്യുന്നു. Is a good job. അത് നല്ല ജോലിയാണ്. Okay, let's go ahead. എന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാം. What preparation? എന്തൊരുക്കം? No preparation. ഒരൊരുക്കവും നടന്നിട്ടില്ല. Not even proper inquiry. ഒരു നല്ല അന്വേഷണം പോലും നടന്നിട്ടില്ല. Many people have confessed this. ഇത് പലരും ഏറ്റുപറഞ്ഞിട്ടുണ്ട്. Oh, because she is so and so's daughter, we didn't think it's important to inquire. അവൾ ഇന്ന ആളിന്റെ ഒക്കെ മകളായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒത്തിരി അന്വേഷിക്കാനൊന്നും പോയില്ല. We just went ahead. ഞങ്ങൾ മുമ്പോട്ടങ്ങ് പോയി. Now they are in trouble. ഞങ്ങൾ ഇപ്പോൾ വലിയ പ്രശ്നത്തിലായി. Now they say we should have inquired. ഞങ്ങള് അന്വേഷിക്കണമായിരുന്നു എന്ന് ഇപ്പോൾ പറയുകയാണ്. It is that evangelist's son, so we didn't think it important to inquire anything further because we know that evangelist. ഇതാ സുവിശേഷകന്റെ മോനാണ്, അദ്ദേഹത്തെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞങ്ങൾ ചിന്തിച്ചു. Evangelist is different, his son is different. സുവിശേഷകൻ ആൾ വേറെയാണ്, അദ്ദേഹത്തിന്റെ മകനും ആൾ വേറെയാണ്. These are common mistakes that people make in our community, so many of them. നമ്മുടെ സമൂഹത്തിൽ അനേകരും വരുത്തുന്ന ഒരു തെറ്റാണ് ഇത്. There is so much hurry to get married so that we ignore these things. വിവാഹത്തിന് വേണ്ടി അങ്ങ് വളരെ ധൃതി പിടിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രാധാന്യങ്ങൾ നാം അവഗണിക്കുന്നു. Marry in haste and repent at leisure. നാം വിവാഹം ധൃതിയിൽ നടത്തുകയും സാവധാനം ഇരുന്ന് അതിനെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുന്നു. The boy has only 1 week leave. ചെറുക്കന് ഒരാഴ്ചത്തെ അവധിയേ ഉള്ളൂ.
No time to inquire. അന്വേഷിക്കാൻ ഒത്തിരി സമയമില്ല. So within this engagement, everything should work out, and the boy gets married and he goes back. അതിനിടയിൽ തന്നെ വിവാഹ ഉറപ്പും വിവാഹവും എല്ലാം നടക്കും, കല്യാണം കഴിച്ചേർക്കം പോകും. Did you pray enough? ഇതിനുവേണ്ടി വളരെ പ്രാർത്ഥിച്ചോ? Did you try to find out about the boy or the girl? ആ യുവാവിനെ കുറിച്ചോ യുവതിയെ കുറിച്ചോ നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? Are you convinced about their spiritual stand? അവരുടെ ആത്മീക നിൽപ്പിനെ കുറിച്ചുള്ള അവസ്ഥയെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയോ? Good number of believers ignore these values. നല്ലൊരു കൂട്ടം വിശ്വാസികളും ഈ കാര്യങ്ങൾ വിലപിടിപ്പുള്ളതെല്ലാം അവഗണിക്കും. That is why we say degenerating biblical values in marriage. അതുകൊണ്ടാണ് വിവാഹ ദൈവവചനത്തിന്റെ മൂല്യങ്ങൾ ഇല്ലാതെയാകുന്നു എന്ന് നാം പറയുന്നത്. Spirituality is not important. ആത്മീകത പ്രാധാന്യമുള്ളതാകുന്നില്ല. Money and job takes precedence over many other things. എല്ലാറ്റിനും മീതെ പണവും ജോലിയും സ്ഥാനം കൈയടക്കുന്നു. Foundational mistake. അടിസ്ഥാനപരമായ തെറ്റ്. How can we regain this? ഇത് എങ്ങനെ മാറ്റാൻ നമുക്ക് കഴിയും, തിരിഞ്ഞു വരാൻ കഴിയും? We should have a new approach to marriage. ഒരു പുതിയ ഒരു അപ്രോച്ച് നാം എടുക്കണം, അതിന്റെ അടുക്കലേക്ക് വരണം. You see, marriage is two worlds coming together, not just two people. വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ ഒന്നിച്ചു വരുന്നതല്ല, രണ്ട് ലോകങ്ങൾ ചേർന്ന് വരുന്നതാണ്. Two different worlds are coming together. രണ്ട് വ്യത്യസ്തമായ ലോകങ്ങൾ ഒന്നു ചേരുകയാണ്. Individuals from different backgrounds, രണ്ട് പശ്ചാത്തലത്തിലുള്ള വ്യക്തികൾ, different personalities, രണ്ട് വ്യക്തിത്വങ്ങൾ, different tastes, രണ്ട് സ്വഭാവങ്ങൾ, different perspectives of life, പല ജീവിതത്തോടുള്ള ബന്ധമുള്ള കാഴ്ചപ്പാടുകൾ, different expectations and aspirations for life, പല പ്രതീക്ഷകൾ ജീവിതത്തെ കുറിച്ചുള്ളവർ, everything different. എല്ലാം വ്യത്യസ്തമാണ്. Background is different, അവരുടെ പശ്ചാത്തലം വ്യത്യസ്തമാണ്, practices that they have practiced are different, അവരുടെ പരിചയങ്ങൾ വ്യത്യസ്തമാണ്, and their hopes and aspirations, expectations are different. അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വ്യത്യസ്തമാണ്. Therefore, they need to be well prepared and well equipped to embark upon this lifelong journey. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ ജീവിതയാത്രയ്ക്ക് വേണ്ടി ഒരുമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. Okay, how do we prepare? അതിനുവേണ്ടി എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത്? Let me tell the parents first. ആദ്യമായി മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, When your children get married, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരാകുമ്പോൾ they need to make a lot of adjustments. ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ട് അവർക്ക് ആവശ്യമുണ്ട്. Because they are going into a totally different atmosphere. അവര് വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക്, കാലാവസ്ഥയിലേക്കാണ് പോകുവാൻ പോകുന്നത്. They need to learn to forgive. അവരെ ക്ഷമിക്കുവാൻ പഠിക്കണം. They need to learn to be patient. അവർ സഹനശക്തിയുള്ളവരാകുവാൻ പഠിക്കണം. They need lot of spiritual maturity. അവർക്ക് ആത്മികമായ വലിയ പക്വത ഉണ്ടാകണം. So what is the advice to parents? അതുകൊണ്ട് എന്താണ് മാതാപിതാക്കൾക്കുള്ള ഉപദേശം? Even from childhood, അവരുടെ കുട്ടിക്കാലം മുതൽ as you bring up children, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ you should teach them to be mature spiritually. ആത്മികമായി പക്വതയുള്ളവരായി തീരുവാൻ അവരെ പഠിപ്പിക്കണം. You should teach them to adjust with other people. മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്യുവാൻ നാം അവരെ പഠിപ്പിക്കണം. You should teach them to forgive. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നാം അവരെ പഠിപ്പിക്കണം. You should teach them to be patient. മറ്റുള്ളവരോട് സഹനശക്തിയുള്ളവരായിരിക്കാൻ അവരെ പഠിപ്പിക്കണം. See, in the present day children, many of these virtues are lacking because they don't get a training for these things at home. ഇന്നത്തെ കാലത്തെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ ഇല്ല, കാരണം അവരെ ഈ നിലയിൽ കുടുംബങ്ങളിൽ പരിശീലിപ്പിക്കുന്നുമില്ല. I am not saying that all are like that, but this is the case in many families. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ അനേക കുടുംബങ്ങളിലും ഇതാണ് അവസ്ഥ. Our focus is making our children professionals. നമ്മുടെ കുഞ്ഞുങ്ങളെ വലിയ പ്രൊഫഷണൽസ് ആക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം മുഴുവൻ. How can I make them engineers and doctors? അവനെ ഒരു ഡോക്ടറാക്കി ഒരു എഞ്ചിനീയർ ആക്കി എങ്ങനെ എനിക്ക് മാറ്റാൻ കഴിയും? That is our focus. അതാണ് പലപ്പോഴും നമ്മുടെ ലക്ഷ്യം. Their spiritual life is not our focus. അവരുടെ ആത്മീക ജീവിതമല്ല നമ്മളുടെ ഫോക്കസ്. Their spiritual development of spiritual virtues is not our focus. അവരുടെ ആത്മീക സ്വഭാവ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതല്ല നമ്മളുടെ കാഴ്ചപ്പാട്. Therefore what happens? അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു?
when they get into marriage, അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ they go to a different home. അവര് മറ്റൊരു ഭവനത്തിലേക്ക് പോകുന്നു. There may be a mother-in-law who is a bit harsh. അവിടെ അല്പം കഠിന സ്വഭാവമുള്ള അമ്മായിയമ്മ കണ്ടേക്കാം. Or there may be a husband who is quick-tempered, angry very fast. വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ഭർത്താവ് അവിടെ കണ്ടേക്കാം. So she is not able to cope up. അവിടെ അവൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്തു പോകുവാൻ റെഡിയാകുന്നില്ല, തയ്യാറാകുന്നില്ല. Because she was never taught that. അവൾ ഒരിക്കലും ആ കാര്യം ശീലിപ്പിക്കപ്പെട്ടിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. She was taught to be independent. അവള് സ്വാർത്ഥതയോടുകൂടെ നിൽക്കാൻ, തനിയെ നിൽക്കാനായിട്ടാ പഠിപ്പിച്ചത്. She was always taught to be the first ranker. അവൾ എപ്പോഴും ഒന്നാം റാങ്കുകാരിയാകാനാണ് അവളെ പഠിപ്പിച്ചത്. And she got first rank for engineering. അവൾക്ക് എഞ്ചിനീയറിംഗിന് ഒന്നാം റാങ്ക് കിട്ടി. If you ask her to build a bridge, she can do that. അവളോടൊരു പാലം പണിയാൻ പറഞ്ഞാൽ അവൾ നന്നായി പാലം പണിയും. But she doesn't know how to build a bridge between her and her husband. എന്നാൽ അവൾക്കും അവളുടെ ഭർത്താവിനും നടുവിലുള്ള പാലം പണിയേണ്ടത് എങ്ങനെയാണെന്ന് അവൾക്കറിയില്ല. Who is to be blamed? ആരെയാണ് കുറ്റം പറയേണ്ടത്? Parents are to be blamed. മാതാപിതാക്കളെ കുറ്റം പറയണം. Because right from childhood they did not educate their children to come up in godly ways. എന്നാൽ കാരണം അവരുടെ ചെറുപ്രായം മുതൽ ഈ കുഞ്ഞുങ്ങളെ ദൈവികമായ വഴിയിൽ വളർന്നു വരുവാൻ മാതാപിതാക്കൾ ശീലിപ്പിച്ചില്ല എന്നുള്ളതാണ്. Materialistic outlook on life has blinded the eyes of so many people. അനേകം ആളുകളുടെ കണ്ണുകളെ അന്ധത പിടിപ്പിച്ചത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കാഴ്ചപ്പാടാണ്. They train their children accordingly. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. So when they get into some conflict, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് അവർ ആകുമ്പോൾ they don't know how to handle. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല. They cannot endure. They cannot be patient. അവർക്കത് സഹിക്കാൻ കഴിയില്ല. They cannot humble themselves. അവർ തങ്ങളെ തന്നെ താഴ്ത്താൻ കഴിയില്ല. They cannot yield. അവർക്ക് കീഴ്പ്പെടുവാൻ കഴിയില്ല. They want their rights. അവരുടെ അവകാശം നേടിയെടുക്കണം അവർക്ക്. And they call their parents. അവരവരുടെ മാതാപിതാക്കളെ വിളിക്കും. I'm having a very difficult time here. എനിക്ക് ഭയങ്കര വലിയ പ്രശ്നമാണ് ഇവിടെ. And what do the parents say? പേരൻസ് എന്താ പറയും? Now you tell me. മാതാപിതാക്കൾ എന്ത് പറയും? നിങ്ങൾ പറയുക. Mola, you come home. മോനെ എത്രയും പെട്ടെന്ന് മോളിങ്ങി പോരെ. And the girl packs up and she goes home. പെൺകുട്ടി സകലവും പാക്ക് ചെയ്ത് വീട്ടിൽ വേഗം പോകുന്നു. What a sad situation. എത്രയോ ശോചനീയമായ അവസ്ഥ. So there is no point in just talking about some general things that doesn't touch lives. These are realities that have to be addressed. ജീവിതത്തെ തൊടാത്ത ചില സംഭവങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ജീവിതങ്ങളെ സ്പർശിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. Parents have to bring up their children in such a way that when they grow up, they will know how to adjust, they will know how to handle conflicts, they will know how to forgive. പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കണം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ഭവനങ്ങളിൽ വളർത്തിക്കൊണ്ടുവരണം. Most young people enter into marriage without any maturity. യാതൊരു പക്വതയും ഇല്ലാതെയാണ് അനേകരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. Their only maturity is their age, their degree, their salary and their job. അവരുടെ പ്രായം, അവരുടെ ജോലി, അവരുടെ ശമ്പളം, അവരുടെ ഡിഗ്രി, ഇതൊക്കെയാണ് അവർക്കുള്ള പക്വത, മെച്യൂരിറ്റി എന്ന് പറയുന്നത്. That is not enough to handle difficulties in life. ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഇതൊന്നും പൂർണ്ണതയുള്ളതല്ല, പോരാ. Many people enter into marriage hastily. ധൃതിയിലാണ് അനേകരും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. Many people take marriage lightly. പലരും വളരെ ലളിതമായി വിവാഹം എടുക്കാറുണ്ട്. Many enter with the wrong reason. തെറ്റായ കാരണങ്ങളാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവരും അനേകരാണ്. Many enter without having any proper understanding about the seriousness and responsibilities of married life. വിവാഹ ജീവിതത്തെ കുറിച്ച് ഗൗരവതരമായ അറിവില്ലാതെയും അത് ഗൗരവമായി എടുക്കാതെയുമാണ് അനേകരും കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നത്. So what is the solution? അതുകൊണ്ട് എന്താണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ? Right from childhood we should bring up our children in godly ways. കുട്ടിക്കാലം മുതൽ തന്നെ ദൈവഭക്തിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തിക്കൊണ്ടുവരണം. They should get the message that money and material things
That is not the most important thing in life. ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പണവും ഭൗതികമായ കാര്യങ്ങളും അല്ല എന്ന് നമ്മുടെ മക്കൾ പഠിക്കണം. They should know how to forgive others, how to adjust with others, how to get along with others. മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിക്കണം, മറ്റുള്ളവരുമായി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, മറ്റുള്ളവരുമായി ഒന്നിച്ചെങ്ങനെ സഹകരിച്ച് മുമ്പോട്ട് പോകണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. And when you contemplate marriage for your children, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ make sure that the partner you're looking for is the right partner. നിങ്ങൾ ആ വ്യക്തി കുട്ടിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ജീവിത പങ്കാളി ശരിയായ പങ്കാളിയാണെന്ന് ഉറപ്പാക്കുക. Not only job, salary and qualification. അദ്ദേഹത്തിന്റെ ജോലിയോ ശമ്പളമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഗ്രിയോ മാത്രം പോരാ. Inquire properly about his or her spiritual standing. അവന്റെയോ അവളുടെയോ ആത്മീക നിലവാരത്തെക്കുറിച്ച് അന്വേഷിക്കുക. Now we cannot know everything about anyone. ഒരാളെ കുറിച്ച് നമുക്ക് സകലവും അറിയാൻ കഴിയുകയില്ല. But to the best of your knowledge, എന്നാൽ നിങ്ങളുടെ അറിവിന്റെ കഴിവിന്റെ പരമാവധി try to find out details. ആ ആളിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അന്വേഷിച്ചെടുക്കുക. And enter into it only when you get a green signal in your heart from God. നമ്മുടെ ദൈവത്തിൽ നിന്ന് ഒരു നല്ല ഗ്രീൻ സിഗ്നൽ, ഒരു പച്ച കളർ പോകുക എന്നുള്ള ആ ശബ്ദം കേട്ടല്ലാതെ നാം ഒരിക്കലും ഇതിലേക്ക് പ്രവേശിക്കരുത്. So what is the preparation part? അതുകൊണ്ട് ഒരുക്കത്തിന്റെ മേഖല എന്തൊക്കെയാണ്? Teaching them spiritual values right from childhood is a preparation. അവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ ആത്മീക കാര്യങ്ങളെ കുറിച്ച് അവരെ പഠിപ്പിച്ച് എടുക്കുന്നത് ഒരു ഒരുക്കമാണ്. And teaching them biblical principles concerning family is a preparation. കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തത്വങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് ഒരു പരിശീലനമാണ്. Let me say a word to those young people who are going to get married. വിവാഹിതരാകുവാൻ പോകുന്ന യുവതി യുവാക്കന്മാരോട് ഞാൻ പറയട്ടെ, the best preparation that you can make is prepare yourself. നിങ്ങളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം. You become the best person spiritually, emotionally and socially. നിങ്ങൾ വൈകാരികമായും ആത്മീകമായും സാമൂഹികമായും ഏറ്റവും നല്ല ഒരു വ്യക്തിയായി തീരേണ്ടതിന് നിങ്ങളെ തന്നെ ഒരുക്കുക. You know, we always look for qualifications in the other person. മറ്റേ ആളിന്റെ ഗുണനിലവാരം, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നാം അന്വേഷിക്കാറുണ്ട്. But what about you? എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? Are you a spiritual person? നീ ഒരു ആത്മീക പക്വതയുള്ള ആളാണോ? Do you have right perspectives in life? ജീവിതത്തെക്കുറിച്ച് ശരിയായ ദർശനം, വീക്ഷണം നിനക്കുണ്ടോ? Do you have a clear call concerning God's plan for your life? നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ളതിനൊരു വിളി നിനക്കുണ്ടോ? Are you only concerned about the other person? മറ്റേ വ്യക്തിയെക്കുറിച്ച് മാത്രമാണോ നിനക്ക് ചിന്ത? The best preparation is preparation of self. സ്വയം ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരുക്കം. There are 3 areas of basic preparation. ഈ അടിസ്ഥാനപരമായ ഒരുക്കത്തിന് 3 മേഖലകളുണ്ട്. Number 1 is spiritual preparation. ഒന്നാമതായിട്ട് ആത്മീക ഒരുക്കം, spiritual maturity, ആത്മീക പക്വത, study of spiritual principles in the word of God, ദൈവവചനത്തിലുള്ള ആത്മീക തത്വങ്ങൾ പഠിക്കുക, and an overall correct view about God's calling for your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവ വിളിയെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാവുക. And find out if your partner also shares the same call. നിന്റെ ജീവിത പങ്കാളിയും അങ്ങനെ തന്നെയുള്ള ഒരു വിളിയുള്ള ആളാണോ എന്ന് കണ്ടെത്തുക. By call I don't mean just full-time ministry. പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി എന്നുള്ളതല്ല വിളി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. Every believer has a calling. എല്ലാ വിശ്വാസികൾക്കും ഒരു വിളിയുണ്ട്. Sometimes for full-time ministry. ചിലപ്പോൾ പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയാകാം. Sometimes to serve God as a family along with your job. നിങ്ങളുടെ ജോലിയോടുകൂടെ കുടുംബമായി കർത്താവിനെ സേവിക്കുന്നതായിരിക്കാം ഒരു വിളി. Or serve the Lord along with your local church. നിങ്ങളുടെ സഭയോട് ചേർന്ന് കർത്താവിനെ സേവിക്കുന്നതാകാം വിളി. There has to be a definite commitment for that. ഒരു സമർപ്പണം, പൂർണ്ണമായ സമർപ്പണം അതിനു വേണ്ടി ഉണ്ടാകണം. Is your partner ready for that? Does she or he do they have a calling like this? നിന്റെ ജീവിത പങ്കാളി അതിന് ഒരുക്കമുള്ള ആളാണോ? അതിനു വേണ്ടിയുള്ള ഒരു വിളി നിന്റെ ജീവിത പങ്കാളിക്ക് ഉണ്ടോ? Spiritual preparedness.
ആത്മികമായ ഒരുക്കം. Secondly, mental and emotional preparedness. രണ്ടാമതായി മാനസികമായും വൈകാരികമായും ഒരുങ്ങുക. You should identify negative things in your personality. നിങ്ങളുടെ വ്യക്തിത്വത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പ്രശ്നങ്ങൾ നാം കണ്ടെത്തണം. For example, ഉദാഹരണത്തിന് short-temperedness. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം. If you have that, അത് നിങ്ങൾക്കുണ്ടെങ്കിൽ you should learn to deal with it. അതിനെ നേരിടാൻ പഠിക്കണം. You may not be able to get rid of it overnight. ഒരു രാത്രി കൊണ്ട് അതിനെ പെട്ടെന്ന് തരണം ചെയ്യാൻ പഠിക്കും എന്നില്ല. Some people have the problem of depression. ചിലർക്ക് മാനസികമായി പെട്ടെന്ന് തളരുന്ന ഒരു സ്വഭാവം. May not be a big disease, but a little bit of problem. ഒരു മനോനില താറുമാറാകുന്ന ഒരു പ്രശ്നമല്ലത്, എന്നാൽ പെട്ടെന്ന് മാനസികമായി തളർന്നു പോകുക. You should deal with it. അതിനെ നാം അഭിമുഖീകരിക്കണം. If you need to take some medicine, do that. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മരുന്ന് എടുക്കണമെങ്കിൽ എടുക്കണം. You know what most of our people say? നമ്മുടെ ഏറെ ആളുകളും എന്താണ് പറയുന്നതെന്ന് അറിയാമോ? Listen carefully. വളരെ ശ്രദ്ധിക്കുക. Once he is married, he will be all right. ഒരിക്കൽ അവൻ കല്യാണം കഴിച്ച അവന്റെ പ്രശ്നമെല്ലാം തീരും. Have you heard that? അത് കേട്ടിട്ടുണ്ടോ? I want to tell you, any problem that you have prior to marriage will only aggravate when you get married. It will not be cured. ഏതെങ്കിലും പ്രശ്നം വിവാഹത്തിന് മുമ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, വിവാഹത്തിന് ശേഷം അത് കൂടുകയേ ഉള്ളൂ, അത് സുഖപ്പെടുകയില്ല. Because another person is going to rub shoulders with you every day. അത് കാരണം മറ്റൊരു വ്യക്തി എന്നും നിന്നോട് തോളുരുമുകയാണ്. And that person is going to get involved in everything in your life. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ആൾ ഇടപെടുവാൻ പോവുകയാണ്. That will aggravate your emotional and mental problems. നിന്റെ വൈകാരികമായ മാനസികമായ പ്രശ്നങ്ങളെ അത് കൂട്ടും. Have you heard of such things? ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? There are so many such cases in our midst today. ഇന്ന് നമ്മുടെ നടുവിൽ ഇങ്ങനെയുള്ള അനേക വിഷയങ്ങളുണ്ട്. Then one party will start saying, എന്നാലും ഒരു കക്ഷി പറയാൻ തുടങ്ങും, oh, he is mad or she is mad. അവന് ഭ്രാന്താണ്, അവൾക്ക് ഭ്രാന്താണ് എന്ന്. Then the other party will say, അപ്പോൾ മറ്റേ കക്ഷി പറയും, no, nothing wrong with us. It is your child who has problem. ആ ആളിന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ മകളുടെ, നിങ്ങളുടെ പൈതലിന്റെ പ്രശ്നമാണ്. Such problems never get settled because you don't face reality. യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നവും പരിഹരിക്കപ്പെടുകയില്ല. Because we don't deal it the proper way. അതിനെ നാം ശരിയായ നിലയിൽ തരണം ചെയ്യുവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. So parents and candidates for marriage, മാതാപിതാക്കളും വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുന്നവരുമായിട്ടുള്ളവരോട്, you should look for warning signs when you contemplate marriage. വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള മുന്നറിയിപ്പുകളെ നിങ്ങൾ അവഗണിക്കരുത്. Watch out for problem indicators. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കാണിച്ചു തരുമ്പോൾ, if there is anything obvious, if there is anything you can see, you must never ignore it. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് കണ്ടില്ല എന്ന് വെക്കരുത്, അവഗണിക്കരുത്. Many people in marriage conflicts, വിവാഹ പ്രശ്നങ്ങളിൽ പലപ്പോഴും പലരും, they have told me also, എന്നോടും പറഞ്ഞിട്ടുണ്ട്, the day I went to see the girl itself, I had a doubt. ആ പെണ്ണിനെ ഞാൻ പോയി കണ്ട അന്നേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. The day I spoke that boy first, I had a doubt. ആ പയ്യനോട് ആദ്യം സംസാരിച്ചപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. He doesn't answer properly. അവൻ ശരിക്കും ഉത്തരം പറയത്തില്ല. He wouldn't look at my face. മുഖത്ത് നോക്കത്തില്ല. He looks here and there. അവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും. And I had a doubt. എനിക്ക് അന്നേരം ഒരു സംശയം തോന്നിയതാ. Then what did you do? എന്നിട്ട് നീ എന്തോ ചെയ്തു? Did nothing. ഒന്നും ചെയ്തില്ല. Because it is Ammachan who brought this proposal, I couldn't say anything. അമ്മാച്ചൻ കൊണ്ടുവന്ന കല്യാണാലോചന അതുകൊണ്ട് എനിക്കൊന്നും പറയാനൊത്തില്ല. Then you got married. എന്നിട്ട് നീ വിവാഹം കഴിച്ചു. Now you are in trouble. ഇപ്പോൾ നീ പ്രശ്നത്തിലാണ്. Nobody is able to help. ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല. This is the reality going on in our midst today. ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ യാഥാർത്ഥ്യം ഇതാണ്. Most marriages in trouble today had prior indications even before marriage. വിവാഹത്തിന് മുമ്പ് തന്നെ
ഇന്ന് നടന്ന ഈ വിവാഹങ്ങളിൽ പ്രശ്നമുള്ള വിവാഹങ്ങൾക്ക് ഇങ്ങനെയുള്ള വലിയ ഇൻഡിക്കേറ്റേഴ്സ് സൂചനകൾ കിട്ടിയിരുന്നു. Many of them already got red signals saying don't go ahead. പലരും ഇങ്ങനെയുള്ള ചുവന്ന സിഗ്നൽ കണ്ടിരുന്നു, മുമ്പോട്ട് പോകരുത്, ഇത് ശരിയല്ലെന്ന് മുന്നറിയിപ്പ് കണ്ടിരുന്നു. They ignored it. അതവര് അവഗണിച്ചു. Biblical values were ignored. ദൈവവചനത്തിന്റെ മൂല്യങ്ങൾ വില കൊടുത്തില്ല. For the sake of material gain they went ahead. ഭൗതികമായ നേട്ടത്തിനു വേണ്ടി അവര് മുമ്പോട്ട് പോയി. Now they are in trouble. ഇപ്പോൾ അവർ പ്രശ്നത്തിലായി. Nobody can help. ആർക്കും സഹായിക്കാൻ കഴിയില്ല. They won't listen to anyone. ആരെയും അവർ കേൾക്കുകയില്ല. They won't listen to the church elders. സഭയിലെ മൂപ്പന്മാരെ ശ്രദ്ധിക്കുകയില്ല. They won't go for any counseling. ഒരു കൗൺസിലിംഗിനും അവർ പോകാൻ തയ്യാറാവുകയില്ല. And the life of a young boy and a young girl is spoiled. ഒരു യുവാവിന്റെ ഒരു യുവതിയുടെ ജീവിതം താറുമാറാവുകയാണ്. Is it not something very serious? ഇത് ഗൗരവതരമായ ഒരു കാര്യമല്ലേ? Don't you think we should deal with such issues? ഇങ്ങനെയുള്ള വിഷയങ്ങളെ നാം കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? Instead of lamenting over it after they get into trouble, why don't we do something to prevent such situations? വിവാഹത്തിൽ പ്രവേശിച്ച് വിലപിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇത് വരാതെ തടയുന്നത്. If you know of any mental weakness, depression or immaturity or parental excess control, deal with that before you say the final yes. അവസാനമായി യെസ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിവാഹത്തിന് ഒരുക്കുമെന്ന് പറയുന്നതിന് മുമ്പ് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അത് കണ്ടെത്തിയിട്ട് നോ എന്ന് പറയുക. മാതാപിതാക്കൾ അമിതമായി വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് നോ എന്ന് പറയുക. This is a very, very common problem in our midst today. ഇത് നമ്മളുടെ ഇടയിൽ ഇന്ന് സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. Now, why am I talking more about matters related to pre-marriage? വിവാഹത്തിന് മുമ്പുള്ള ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? Because this is the foundation. കാരണം ഇതാണ് അടിസ്ഥാനം. If we don't rectify things here, ഇവിടെ നാം കാര്യങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ we will not be able to rectify them later. പിന്നീട് നമുക്ക് ശരിയാക്കാൻ കഴിയില്ല. Therefore, അതുകൊണ്ട് parents, മാതാപിതാക്കളെ, when you consider marriage for your children or grandchildren, നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ വിവാഹം നടക്കുവാനുള്ള ആലോചനകൾ നിങ്ങൾ എടുക്കുമ്പോൾ give importance to spiritual values. ആത്മിക കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. Pray earnestly. വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. And if there is any negative indicators, deal with it. എന്തെങ്കിലും അപകട സൂചനകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അഭിമുഖീകരിക്കണം. Don't ignore negative indicators. അതിനെ കൈകാര്യം ചെയ്യണം. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയരുത്. And you will be safe to a great extent. അങ്ങനെയാണെങ്കിൽ ഒരു അറ്റത്തോളം നിങ്ങൾ വളരെ സുരക്ഷിതരായിരിക്കും. And young people who are considering marriage, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന യുവതയുവാക്കന്മാരോട്, when you contemplate marriage,